ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഹുൽ വസീലതു വൽ ഫളീലതു വൽ ഉലാ വമഖാമുഹുൽ മഹ്മൂദു യൗമൽ മൗഇദി. വലഹു, നബിതങ്ങൾക്ക് മാത്രമുള്ളതാണ് അൽ വസീലത്തു, സ്വർഗത്തിൽ വസീല എന്ന പേരുള്ള ഒരു പ്രത്യേകമായ സ്ഥാനം. ഉൽ ഫളീല, ഫളീല എന്നുള്ള പേരുള്ള സ്ഥാനം, സ്ഥാനം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതാണ്. അത് സ്വർഗത്തിലുള്ള രണ്ട് പദവിയാണ്, അതിന് കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇമാമിങ്ങളും വിവരിച്ചിട്ടുണ്ട്. അതിന് പൂർണ്ണമായി വിവരിച്ചിട്ടല്ല, അത് സ്വർഗത്തിലുള്ള ഉന്നതമായ പദവിൻ്റെ പേരാണ് എന്ന് അയിമത്തും വിവരിച്ചത്. വൽ ഉലാ, മറ്റ് പല ഉന്നതമായ പദവികളും നബിതങ്ങൾക്ക് മാത്രമുള്ളതാണ്. മഖാമുഹുൽ മഹ്മൂദ്, അതിൻ്റെ പുറമെ നബിതങ്ങൾക്കുള്ളൊരു മഖാമു മഹ്മൂദ് ഉണ്ട്. അതും എന്നാണത് അറിയോ? യൗമൽ മൗഇദി, മൗഇദിൻ്റെ യോഗം. വൽ യൗമിൽ മൗഊദ് ആണ്. എല്ലാ പ്രവാചകന്മാരുടെ 1,00,000-ൽ പരം പിന്നെ പ്രവാചകന്മാരുടെ ലിസാനിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട ഒരു ദിവസമുണ്ട്. അതാണ് അന്ത്യനാൾ. അന്ത്യനാളിൽ മഹ്ശറാ സഭയിൽ എല്ലാവരും ഇതിന് പരിഹാരമാവേണ്ടീനല്ലോ നട്ടം തിരിയുന്ന സമയത്ത് ആർക്കും കഴിയാത്ത ഒന്നും ഒരവാക്ക് മാത്രം കഴിയുള്ളൂ പറഞ്ഞാൽ എല്ലാവരും പറയില്ലേ, വല്ലാത്തൊരു പൗരനെ കേട്ടോ പറയില്ലേ. ഇപ്പോൾ ഇവർക്കൊന്നും കഴിയാത്ത എനിക്ക് മാത്രം കഴിഞ്ഞായിരുന്ന അപ്പോൾ ഉണ്ടാവില്ല ഇത് ഇല്ലേ? ഓർക്കാർക്കും കഴിയാത്ത അവനാന് മാത്രം കഴിഞ്ഞായിരുന്നാൽ അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച സർവ്വ പടപ്പുകൾ. മനുഷ്യന്മാരിൽപ്പെട്ട ഒരു മനുഷ്യൻ കഴിയാത്ത ഒരു സംഗതി ഒരേ ഒരു വ്യക്തിക്ക് മാത്രം. അതാണ് അഷ്ഫാഅത്തുൽ ഉമ്മ. ആ സമയത്ത് എല്ലാവരും നബിതങ്ങളെ ഹംദ് ചെയ്യും. അപ്പം ആ മുത്തനബി എന്തായി മാറും? മഹ്മൂദായി മാറും. സർവരും ഹാമിദ്, മുത്തനബി മഹ്മൂദ്. അതാണ് മഖാമു മഹ്മൂദ്. ആ മഖാം മഹ്മൂദ് മുത്തനബിക്ക് മാത്രമുള്ളതാണ്. മുത്തനബിൻ്റെ കൗത്തുക്ക് കുടൽമാല വലിച്ചിട്ടവർ വരെ മുത്തനബിനെ അന്ന് ഹംദ് ചെയ്യും. നബിതങ്ങളുടെ ഷഫാഅത്ത് കൊണ്ട് ഉപകരിക്കുകയും ചെയ്യും. മൗസാഫുഹുമ യന്തഹി തഅദാദുഹാ ഫൽമദ്ഹു യഖ്സുറു അൻ ബുലൂഗിൽ മഖ്സിദി. ഔസാഫുഹു, അവിടുത്തെ വിശേഷണങ്ങൾ. മാ യന്തഹി തഅദാദുഹാ, മാ നഫിൻ്റെ മായാണ്. മുളാരിക്ക് സാധാരണ കണക്കിൽ ലായാണെങ്കിലും ഇവിടെ മാ ഏതാണ്? നഫിയാണ്. അതിനെ എണ്ണി തിട്ടപ്പെടുത്തുക എന്നുള്ളത് അറ്റമാവുന്നതല്ല. ഫൽ മദ്ഹു, ഏത് മദ്ഹും യഖ്സുറു, അതൊക്കെ കമ്മിയാവും, അതൊക്കെ കാസുറായി മാറും, ചുരുങ്ങിയതായി മാറും. എന്തിനെ തൊട്ട്? അൻ ബുലൂഗിൽ മഖ്സിദി, ലക്ഷ്യം പ്രാപിക്കലിനെ തൊട്ട്. പറഞ്ഞു തീർക്കട്ടെ എന്നുള്ള ലക്ഷ്യം പ്രാപിക്കാൻ ഒരാൾക്ക് എന്ത് ചെയ്യൂല, കഴിയൂല. ശരി. ഫഇന്ന ഫദ്ല റസൂലില്ലാഹി ലൈസ ലഹു അദ്ദുൻ ഫയുരിബൻ ഹുനാതികും ബിഫമി. അവിടുത്തെ മദ്ഹ് ഒരാൾക്ക് പറഞ്ഞു തീർക്കാൻ തീരെ കഴിയില്ല. അവിടെ മഖ്സ്വിദി എന്ന് കിസ്റാണ് ഏറ്റവും നല്ലത്. മഖ്സ്വദും പറ്റും. പിന്നെ യാ സയ്യിദസ്സാദാതി ജിതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. അവിടെ കാലം സ്വാദരി കിസ്റ തന്നെ, അൽ ഫത്ഹ തന്നെ, മഖ്സദി. പിന്നെ ഇതുവരെ നബിതങ്ങളോട് മുനാജാത്തായിരുന്നില്ല. പിന്നെയോ ഈ അഹയ്യ മുതൽക്ക് തുടങ്ങിയിട്ട് ഫുള്ള് ഖൈബത്തിൻ്റെ സീഖ കൊണ്ടാണ് പ്രയോഗിച്ചത്. ഇപ്പോൾ പോയി പറഞ്ഞ് എവിടെ എത്തി? നബിതങ്ങളുടെ റൗളാ ഷരീഫിൻ്റെ വാതിൽക്കലാണ് ചെന്നിട്ട് നബിതങ്ങളോട് നേരിട്ട് അങ്ങോട്ട് പറയുന്ന വിധത്തിൽ, അല്ലെങ്കിൽ തൻ്റെ കൽബ് കൊണ്ട് നബിതങ്ങളുടെ തൻ്റെ മുമ്പിലാണ് ഹാജരാക്കി, അല്ലെങ്കിൽ തൻ്റെ കൽബ് കൊണ്ട് നബിതങ്ങൾ ഹദറത്തിൽ ആണ് ഹാജരായി. എന്നിട്ട് നേരിട്ട് ഖിതാബ് നടത്തിയിട്ട് അഭിമുഖം നടത്തിയിട്ട് പറഞ്ഞു, യാ സയ്യിദ സാദാത്ത്, നേതാക്കളുടെ നേതാവായ നബിയേ, ജീത്തുക്ക, ഇതാ തങ്ങടുത്തേക്ക് ഞാനിതാ വന്നിട്ടുണ്ട്. ഖാസിദൻ ഹിമാക്ക്, അവിടുത്തെ കാവൽ ഉദ്ദേശിച്ചുകൊണ്ട്. നിങ്ങൾ എന്നെ കാക്കണം, നരകത്തിനെ തൊട്ടും എല്ലാ യുഗത്തിനെ തൊട്ടും എല്ലാവിധ മുസീബത്തിനെ തൊട്ടും നിങ്ങൾ എന്നെ കാക്കണം. ആ കാവൽ ഉദ്ദേശിച്ചവനായിട്ട് തങ്ങളുടെ ഹദറത്തേക്ക് ഞാനിതാ വന്നിരിക്കുന്നു നബി. ഫലാ തുഖയ്യിബ്, അവിടുന്ന് വെറുതെ ആക്കരുത്. എന്തിനെ? മഖ്സദി, എൻ്റെ ലക്ഷ്യമുണ്ടല്ലോ, അത് വെറുതെ ആക്കരുത്. ഞാൻ വന്നത് എന്നെ വട്ടപ്പൂച്ചയാക്കി തിരിച്ചു വിടരുത്. പിന്നെ
ഹായ് ബാക്കി മടക്കരുത്. ഖദ് ഹല്ല ബീമാ ഖദ് അലിംത മിനൽ അദാ വൽളുൽമി വൽലുഅഫി ശദീദി ഫഅസ്ഇദി. അയിന് കസ്റാണ്. ഫഅസ്ഇദ് ഫഅസ്ഇദി അംറാണ്. അല്ലംറുവിന് അസ്ഇദ്. പിന്നെ യാ ഖദ് ഹല്ല ബീ നിശ്ചയം എന്നിൽ ഇറങ്ങിയിരിക്കുന്നു. മാ അലിംത തങ്ങൾക്കറിയുന്ന ഒന്ന് ആണെന്നതിനാൽ മിനൽ അദാ എൻ്റെ വിഷമങ്ങളാൽ വല്ലുൽം ഞാൻ എൻ്റെ സ്വന്തം നഫ്സിനോടും മറ്റും ചെയ്ത ലുൽമുകൾ അഥവാ എൻ്റെ പാപങ്ങൾ വല്ലുഅഫ് നരകത്തിലേക്ക് എന്നെ നാളെ വെറിയപ്പെട്ടാൽ ഞാനില്ല എൻ്റെ ദൗർബല്യം നരക ശിക്ഷ കാക്കാനോ അല്ലാഹു എൻ്റെ ചെറിയ പരീക്ഷണം കാക്കാൻ കഴിയാത്ത ദുർബലനാണ് ഞാൻ. എൻ്റെ ഈ ദൗർബല്യവും ശദീദ് ശക്തമായ എൻ്റെ ഈ ദൗർബല്യവും ഇതെല്ലാം ഇറങ്ങിയ ഒരു സാധുവായ അടിമയാണ് ഞാൻ. അസ്ഇദി നബിയെ തങ്ങൾ എന്നെ സഹായിക്കണം. പിന്നെ മാലി എനിക്കില്ല നബിയേ മാലി സിവാ ഹുബ്ബി ലദൈക ലവസീലത്തൂൻ ഫംനുൻ അലയ്യ ബിഫളി ജൂദിക അസ്അദി. മാലി എനിക്കില്ല ലദൈക് തങ്ങളുടെ അടുക്കൽ വസീലത്തുൻ എന്തില്ല ഒരു പിടിവള്ളിയും ഇല്ല നബിയെ എന്തല്ലാതെ സിവാ ഹുബ്ബി തങ്ങളോട് എൻ്റെ പ്രേമമല്ലാതെ. ഒരു സാഹിബ് എന്നാണ് പറഞ്ഞില്ലേ നബിയെ ഞാൻ കഴിച്ചു നോക്കിയിട്ടൊന്നുമില്ല, പക്ഷെ ലാക്കിൻ ഹിബുല്ലാഹ റസൂലഹു അന്ത മഹമ്മദ് അബുത്താർ സ്വർഗത്തിലാണ് മനസ്സിലെ. കറ കളഞ്ഞ ഉബ്ബാവണം, ലിസാനിൽ പോരാ, കൽബ് കണ്ടിറങ്ങണം, ചങ്കിലെത്തിയാൽ പോരാ, ഉള്ളിൽ കണ്ടിറങ്ങണം. ഹുബ് യഥാർത്ഥ ഹുബ് ഇഷ്ഖ്. നബിയേ തങ്ങളോടുള്ള ഹുബല്ലാതെ എൻ്റെ അടുക്കൽ തങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ഒന്നുമില്ല നബിയേ. പിന്നെ ഫംനുൻ അലയ്യ എൻ്റെ മേൽ അവിടുന്ന് അനുഗ്രഹിക്കണം ബിഫദ്ലി ജൂദിക് തങ്ങളുടെ ധർമ്മമാകുന്നതായ ആ ഔദാര്യം കൊണ്ട് എൻ്റെ മേൽ തങ്ങൾ ഔദാര്യം ചെയ്യണം. അസ്അദ് അങ്ങനെ തങ്ങൾ എൻ്റെ മേൽ അനുഗ്രഹിച്ചാൽ ഞാൻ വിജയിക്കും. അവിടെ അസ്അദ് എന്നുള്ളത് ബെയ്ത്ത് പൂർത്തിയാക്കാൻ വേണ്ടി യാവ് കൊടുക്കും, അപ്പോൾ ഇൽത്തിഖാസാക്കിനെ ആവും, അപ്പോൾ ദാലിന്ത് കൊടുക്കും, ഫെസ്ർ കൊടുക്കും, അപ്പോൾ അസ്അദീനാവും, അപ്പം ഞാൻ വിജയിക്കും. പിന്നെ ഇന്നി നസീലുക വൻ നസീലു ലദൈക യാ ഖൈറൽ അനാമി ബികുല്ലി ഖൈരി യഗ്തദി. ഇന്നി നബിയെ നിശ്ചയം ഞാൻ നസീലുക് തങ്ങടുക്കൽ വിരുന്ന് വന്നവനാണ്, ഞാൻ വിരുന്നുകാരനാണ് നബിയെ. ഒരു വിരുന്ന് വന്ന സാധുവാണ് ഞാൻ. വന്നസീലു ഒരു വിരുന്നുകാരൻ ലദൈക തങ്ങളെടുക്കൽ യാ ഖൈറൽ അനാം പടപ്പുകളിൽ ഹൈറായ നബിയെ തങ്ങെടുക്കൽ ആൾ വിരുന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ വിരുന്നുകാരൻ ബി കുല്ലി ഖൈരിൻ എല്ലാ ഹൈറ് കൊണ്ടും ബീന മുതലക്ക് അങ്ങോട്ടാണ് യഹ്തദിനോടാണ് എല്ലാ ഹൈറുമായി ഹൈറായ ഹൈറ് മുഴുവനും കൊണ്ട് യഹ്തദി പ്രഭാതത്തിൽ തിരിച്ചു പോകുന്നവനാണ്. ഒരു വിരുന്ന് അന്തിക്കൊരാൾ തങ്ങടുത്ത ഒരാൾ വിരുന്ന് വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ അയാൾ പോകുമ്പോൾ എല്ലാ ഹൈറുമായിട്ടാണ് ഈ കാരം പോവുക. അങ്ങനത്തെ ആണ്. അതുകൊണ്ട് ഞാനും തങ്ങെടുക്കൽ വിരുന്നുകാരനാണ്, എന്നെ വെറുതെ വിടരുത്, കൈ നിറയെ തന്ന് വിടണം. ഫലൈക മിന്നാ കുല്ല വഖതിൻ ദായിമാ അസ്ക സ്വലാത്തി മഅസ്സലാമി സർമദി. ഫലൈക തങ്ങളുടെ മേലുണ്ടാവട്ടെ മിന്ന ഞങ്ങളെ വക്കൽ നിന്ന് കുല്ല വഖതിൻ എല്ലാ സമയത്തും ദായിമൻ ദായിമായ നിലയിൽ അസ്ക സ്വലാത്തി സ്വലാത്തിൽ നിന്ന് ഏറ്റവും പരിശുദ്ധമായത് മഅസ്സലാം സർമദി നിത്യമായതായിരിക്കുന്ന സലാമും സ്വലാത്തും തങ്ങളുടെ മേലുണ്ടാകുമാറാവട്ടെ. തങ്ങളുടെ മേൽ മാത്രം പോരാ, വാലാ സഹാബത്തി കൽ കിറാമി ജമീഇഹിം വത്താബിഈന ലഹും ബിഖൈരിൻ ഫജ്ഹദി. വാലാ സഹാബത്തി കൽ കിറാം നബിയെ അവിടുത്തെ കരീമീങ്ങളായ സഹാബത്തിൻ്റെ മേലിലും അള്ളാഹുവിൻ്റെ സലാത്തും സലാമും വർഷിക്കുമാറാവട്ടെ. ജമീഇഹിം സർവരുടെ മേലിലും വത്താബിഈന ലഹും ആ സഹാബത്തിനോട് പിൻപറ്റിയവരുടെ മേലിലും ബിഖൈരിൻ ഖൈറോട് പിൻപറ്റിയവരുടെ മേലിലും അള്ളാഹുവിൻ്റെ സലാത്തും സലാം നിത്യമായും വർഷിക്കുമാറാവട്ടെ. ഫജ്ഹദി നഫ്സേ ഈ പറഞ്ഞത് കിട്ടാൻ നീ പ്രയത്നിച്ചോ. സ്വന്തം നഫ്സിനോടാ ഖിതാബ്. ഇജ്തഹിദ് നീ നല്ലോണം പരിശ്രമിച്ചോ. സ്വന്തം നഫ്സിനെതിരെ യുദ്ധം ചെയ്തിട്ട് സ്വന്തം നഫ്സിനെതിരെ ജിഹാദ് ചെയ്തിട്ട് പ്രയത്നിച്ചോ. എന്നാൽ അതിൽ പെടാം. വത്താബീന ലഹും എന്ന സുകൂട്ടത്തിൽ ഉൾപ്പെടാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.